മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടൽ നമ്മുടെയൊക്കെ കണ്ണ് തുറപ്പിക്കുക മാത്രമല്ല ഭയപ്പെടുത്തുന്ന കൂടിയാണ്. ഈ ഒരു മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ഒന്നിലേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളച്ചാട്ടങ്ങളൊക്കെ. വളരെ മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ഇത്. ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത വണ്ണം മാറിപ്പോയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു അമ്പരപ്പിക്കുന്ന ചരിത്രത്തിലേക്ക് പോകേണ്ടതുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് 1924 ഒരു പ്രളയം നമ്മുടെ സംസ്ഥാനത്തുണ്ടായി. 1099 മലയാള വർഷത്തിലാണ് അത് ഉണ്ടാവുന്നത്. 99 വെള്ളപ്പൊക്കം എന്നാണ് ഇത് അറിയുന്നത്. ഈ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിലെ മൂന്നാർ എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുമ്പോൾ മലപ്രദേശങ്ങൾ അല്ലെങ്കിൽ കുന്നുകളിൽ ഒക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണോ അവിടുത്തെ നഗരങ്ങൾ അല്ലെങ്കിൽ പട്ടണങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്, അതുപോലെ മനോഹരമായ യൂറോപ്യൻ കൾച്ചറിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ബംഗ്ലാവുകൾ, വീടുകൾ, കൊട്ടാര സദൃശ്യമായ നിർമ്മിതികൾ, അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഹോട്ടൽ സമുച്ചയങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന മനോഹരമായ ഒരു പ്രദേശമായിരുന്നു ഈ മൂന്നാർ എന്ന് പറയുന്നത്. അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടോ അതൊക്കെ മൂന്നാറിലും ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് മൂന്നാറിലേക്ക് ട്രെയിനിലൊന്നും പോകാൻ പറ്റില്ല, പക്ഷെ അക്കാലത്ത് ട്രെയിനിൽ പോകാൻ സാധിക്കുമായിരുന്നു. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ വിദേശികളുടെ, യൂറോപ്യൻസിന്റെ, വെള്ളക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു മൂന്നാർ. സായിപ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരുടെ അവധിക്കാലം ചെലവഴിക്കാനായിക്കോട്ടെ, അവരുടെ വിശ്രമവേളകൾ ചെലവഴിക്കാനൊക്കെ അവർ തിരഞ്ഞെടുത്ത ഇടം. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ മികച്ച രീതിയിലാണ് അവർ നിലനിർത്തിയിരുന്നത്. മൂന്നാർ ആ ഒരു 99 വെള്ളപ്പൊക്കത്തിൽ 1924 തകർന്നു പോയതാണ്. ശരിക്കും അതിനുശേഷം ആ പഴയ മൂന്നാർ ഇന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ കാണുന്ന മൂന്നാർ എത്ര മനോഹരമാണോ ഇതിന്റെ 100 മടങ്ങ് മനോഹരമായിരുന്നു പണ്ട് മൂന്നാർ. എന്ന് മാത്രമല്ല, പണ്ട് ട്രെയിൻ ഉൾപ്പെടെ പോകുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും സാധിക്കില്ല. മൂന്നാർ റീബിൽഡ് ചെയ്തതിൽ അല്ലെങ്കിൽ അതിനെ വീണ്ടും ഒരു പരിധിവരെ ഇനി കാണുന്ന നിലയിലേക്ക് കൊണ്ടുവന്നതിൽ വെള്ളക്കാരന്റെ പങ്ക് വളരെ വലുതാണ്. അവരുടെ പരിശ്രമ ഫലമായിട്ട് തന്നെയാണ് അന്ന് അത് വീണ്ടും നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയത്. ഒരു പരിധിവരെ നമുക്ക് ആ സൗന്ദര്യം വീണ്ടെടുക്കാൻ അങ്ങനെയാണ് സാധിച്ചത്. പക്ഷേ അത് എല്ലായ്പ്പോഴും സാധിക്കുന്നതുമല്ല. പ്രകൃതിയുടെ വികൃതികൾ അങ്ങനെയാണ് പലപ്പോഴും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുണ്ടക്കയം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇതുപോലെ എത്രയോ മനോഹരമായ പ്രദേശങ്ങൾ പ്രകൃതിക്ഷോഭങ്ങളാൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുകളാലോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം കാരണമോ ഒക്കെ തന്നെ തകർന്നു പോയിട്ടുണ്ടാകാം. മൂന്നാർ അതിൻ്റെ മറ്റൊരു വലിയ ഉദാഹരണമാണ്. 1924 ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉള്ള പ്രളയത്തിലാണ് ആ ഒരു മൂന്നാർ എന്ന് പറയുന്ന മനോഹരമായ പ്രദേശം മൊത്തത്തിൽ വെള്ളത്തിനടിയിലാവുന്നത്. നമുക്ക് ലഭ്യമാവുന്ന ചരിത്ര രേഖകൾ അനുസരിച്ച് 1924 വെള്ളപ്പൊക്കത്തിൽ ഇടുക്കി ജില്ലയിൽ മൂന്നാർ പട്ടണം ഒന്നാകെ ഒലിച്ചുപോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ നാശനഷ്ടമാണ് അക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. അക്കാലത്ത് അവിടെ ഈ റോപ്പ് വേകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം തേയിലയുടെ ബണ്ടിലുകൾ നീങ്ങിക്കൊണ്ടിരുന്ന കേബിൾ കാറുകൾ, ആഡംബര ബംഗ്ലാവുകൾ, കടൽ കടന്നു വന്ന മോട്ടോർ കാറുകളും ഒക്കെ ആ മലമുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കേരളം അന്നും സാമൂഹികമായിട്ട് വളരെ പുറകിലായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടും മദ്രാസിലെയും ട്രാവൻകൂറിലെയും ഒക്കെ തന്നെ സമ്പന്നർക്ക് വേണ്ടിയിട്ടും ചൂട് നിറഞ്ഞ കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുവാനും യൂറോപ്പിലെ തങ്ങളുടെ നാടിന്റെ ഭംഗിയും തണുപ്പും ആ ഗൃഹാതുരത്വവും ഒക്കെ അനുഭവിക്കുവാനുമായിട്ട് അവർ മൂന്നാറിനെ ഒരു മിനി യൂറോപ്പായിട്ടാണ് പടുത്തുയർത്തിയത്. സ്കോട്ട്ലൻഡിന്റെ ഭൂപ്രകൃതി അനുസ്മരിപ്പിക്കുന്ന കുന്നിൻ ചെരുവുകളായിരുന്നു മൂന്നാർ എന്നാണ് ഡഗ്ലസ് ഹാമിൽട്ടൺ എഴുതിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും പ്രകൃതി ഇത്തരത്തിൽ എക്കാലവും പെരുമാറിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ മുണ്ടക്കയത്ത് മാത്രമല്ല, ചരിത്രം ചികഞ്ഞു നോക്കിയാൽ പ്രകൃതി ഇത്തരത്തിൽ അതിൻ്റെ ഭൂപ്രകൃതി തന്നെ മാറ്റിമറിച്ച ഒട്ടനവധി ദുരന്തങ്ങൾ മനുഷ്യരാശിക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ പ്രവർത്തികൾ കൊണ്ടും പ്രകൃതിയുടെ സാധാരണ രീതിയിലുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായും ഒക്കെ തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ദുരന്തങ്ങൾ നമ്മെ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും മുണ്ടക്കയത്തെ ദൃശ്യങ്ങൾ ഒരു നോവായി മലയാളിയുടെ മനസ്സിലെന്നും ഉണ്ടാകും.